രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്കും അണിയറയിലെ വൻ നീക്കങ്ങൾക്കും ഒടുവിൽ കേരള പോലീസ് സേനയുടെ തലപ്പത്ത് UDF സർക്കാർ വൻ അഴിച്ചുപണി നടത്തുമ്പോൾ തെളിയുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അതിശക്തവും തന്ത്രപൂർവമായ പോലീസ് നയം കൂടിയാണ്. ഒതുക്കാൻ നോക്കിയവർക്കും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വേട്ടയാടിയവർക്കും കനത്ത പ്രഹരം നൽകിക്കൊണ്ട് കാക്കിയിലെ കരുത്തരായ രണ്ട് ഉദ്യോഗസ്ഥർ തന്ത്രപ്രധാനമായ കസേരയിലേക്ക് ഇതാ തലയുയർത്തി തിരിച്ചെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി P. വിജയനും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി AP ഷൗക്കത്ത് അലിയും ഒരേ സമയം നിയമിതരാകുന്നത് വെറുമൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റമല്ല, മറിച്ച് ഉദ്യോഗസ്ഥ പോരുകളിലെയും രാഷ്ട്രീയ പകപോക്കലുകളിലെയും വലിയൊരു സന്ദേശം കൂടിയാണ്. തങ്ങളെ തളയ്ക്കാൻ നോക്കിയ പ്രതിസന്ധികളെയും മുൻ ഇടത് സർക്കാരിന്റെ കാലത്തെ അനാവശ്യ സസ്പെൻഷനുകളെയും ദീർഘനാളത്തെ അവഗണനകളെയും അതിജീവിച്ച് നീതിബോധത്തോടെ ഇവർ നടത്തുന്ന ഈ തിരിച്ചറിവ് കാക്കിപ്പടയ്ക്ക് പുതിയ ഊർജ്ജമാണ് നൽകുന്നത്. എന്നാൽ ഈ വൻ പുനഃസംഘടനയ്ക്ക് പിന്നാലെ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു ഭാഗം പരാതികളുമായി രംഗത്തെത്തിയിരിക്കുക കൂടിയാണ്. ഈ അമർഷത്തിന് പിന്നിൽ കൃത്യമായ ഇരട്ടത്താപ്പും രാഷ്ട്രീയ മുൻവിധികളുമാണെന്ന ആക്ഷേപമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാകുന്നത്. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടം പോലെ മാറ്റിക്കളിച്ചപ്പോഴൊന്നും ഇല്ലാതിരുന്ന പ്രതികരണങ്ങളും പരാതികളുമാണ് ഇപ്പോൾ ഒരു വിഭാഗം ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കേരള പോലീസിലെ ഏറ്റവും പ്രഗത്ഭനായ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഷൗക്കത്ത് അലിയെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാക്കിയ നടപടിയെ പോലും വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ഇതിന് വ്യക്തമായ തെളിവ് കൂടിയാണ്. പിണറായി വിജയന്റെ ഭരണകാലത്ത് സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ പരസ്യമായി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിരവധി നിയമനങ്ങളും ഒതുക്കലുകളും നടന്നപ്പോൾ മൗനം പാലിച്ചവരാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പരിഷ്കാരങ്ങൾക്കെതിരെ വിചിത്ര നയങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതും കാണാതിരിക്കാൻ കഴിയില്ല. ഈ വൻ പൊതുസംഘടനയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുൻ ക്രമസമാധാന ചുമതല കൈയാളിയ ADGP അജിത് കുമാറിന്റെ കാര്യം കൂടിയാണ്. ഒരു കാലത്ത് പിണറായി സർക്കാരിന്റെ വിശ്വസ്തനായിട്ട് പോലീസ് ആസ്ഥാനം ഭരിച്ചിരുന്ന അജിത് കുമാറിനെ പുതിയ അഴിച്ചുപണിയിൽ ഒരു പ്രധാന തസ്തികയിലും നിലനിർത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് പൂർണ്ണമായിട്ടുള്ള മാറ്റിനിർത്തൽ അണിയറയിൽ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ തലപ്പത്ത് ഇത്രയും വലിയ മാറ്റങ്ങൾ കൊടുങ്കാറ്റായിട്ട് വീശിയടിക്കുമ്പോഴും DGPമാരിൽ ഏറ്റവും തലയെടുപ്പുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള മനോജ് എബ്രഹാമിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് തന്നെ നിലനിർത്താൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. ഭരണ മികവിലും സൈബർ സെക്യൂരിറ്റിയിലും മാറ്റി നിർത്താനാകാത്ത പ്രതിഭയായ മനോജ് എബ്രഹാം അടുത്ത സംസ്ഥാന പോലീസ് മേധാവിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തെ വിജിലൻസ് നിലനിർത്തിയത് വരാനിരിക്കുന്ന വലിയ സ്ഥാനക്കയറ്റത്തിന് മുന്നോടിയായിട്ടാണെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്നാൽ സീനിയോറിറ്റിയിൽ ഏറെ മുന്നിലുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള യോഗേഷ് ഗുപ്തയ്ക്ക് ഇത്തവണയും പോലീസിലെ മികച്ച പദവികളോ തന്ത്രപ്രധാനമായിട്ടുള്ള വകുപ്പുകളോ നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിലുള്ള റോഡ് സേഫ്റ്റി കമ്മീഷണർ പദവിയിൽ തന്നെ അദ്ദേഹം തുടരട്ടെ എന്നാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഈ അഴിച്ചുപണിയിലെ ഏറ്റവും ചരിത്രപരമായ നീക്കമെന്നത് AP ഷൗക്കത്ത് അലിക്ക് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ലഭിച്ച നിയമനം കൂടിയാണ്. കൺഫേർഡ് IPS ലഭിച്ച ജൂനിയർ SP ആയി ഷൗക്കത്ത് അലിയെ കോഴിക്കോട് പോലുള്ള ഒരു വലിയ കോർപ്പറേഷന്റെ കീഴിലുള്ള കമ്മീഷണർ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം കൂടിയാണ്. സാധാരണ നിലയിൽ സീനിയർ IPS ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇരിക്കുന്ന ഒരു കസേരയിലേക്ക് അസാധാരണമായിട്ടുള്ള അന്വേഷണ മികവും മലബാറിലെ രാഷ്ട്രീയ ക്രമസമാധാന പശ്ചാത്തലങ്ങളുള്ള കൃത്യമായിട്ടുള്ള ധാരണയും മുൻനിർത്തിയാണ് ഷൗക്കത്ത് അലിയെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ജൂനിയർ ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന് മുന്നിൽ സീനിയോറിറ്റി നിയമങ്ങൾ വഴിമാറുക കൂടിയായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ നഗരങ്ങളിലൊന്നായ കോഴിക്കോടിന്റെ ക്രമസമാധാന ചുമതല വഹിക്കാൻ എല്ലാവിധ യോഗ്യതയുമുള്ള ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി എന്നാണ് കോൺഗ്രസിലെ ആരോപണങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള കേരളത്തെ നടുക്കിയ പ്രമുഖ കൊലപാതക കേസുകളിലും സ്വർണ്ണക്കടത്ത് കേസുകളും അതിവിദഗ്ധമായി അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. കോൺഫേർഡ് IPS പദവിയുള്ള അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഉദ്യോഗസ്ഥർ പലരും മുമ്പ് പ്രധാന ജില്ലകളിൽ കമ്മീഷണർമാരായി ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ഷൗക്കത്ത് അലിയുടെ നിയമനത്തിൽ മാത്രം സീനിയോറിറ്റിയുടെ പേര് പറഞ്ഞ് ഒരു വിഭാഗം IPSകാർ അമർഷം പുകയ്ക്കുന്നത് ദുരൂഹമുള്ളതാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന നില അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വേളയിൽ P. വിജയനെ പോലുള്ള ജനകീയരും ദീർഘവീക്ഷണമുള്ള ഉദ്യോഗസ്ഥർ ക്രമസമാധാന ചുമതലയിലേക്ക് വരുന്നതും ഷൗക്കത്ത് അലി ചരിത്രപരമായ നിയമനവുമായിട്ട് കോഴിക്കോട് സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും പോലീസ് സേനയ്ക്ക് പുതിയ ഊർജ്ജം നൽകുന്നുണ്ടെന്നാണ് ഒരു ഭാഗം പറയുന്നത്. രാഷ്ട്രീയ അക്രമങ്ങൾക്കും ഗുണ്ടാവളയാട്ടങ്ങൾക്കും പലപ്പോഴും വേദിയാകാറുള്ള കോഴിക്കോട് നഗരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഷൗക്കത്ത് അലിയെ പോലൊരു ഉദ്യോഗസ്ഥൻ എത്തുമ്പോൾ അത് അക്രമികൾക്കും പാർട്ടി ഗ്രാമങ്ങൾക്കുമുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. നിയമത്തിന് മുന്നിൽ രാഷ്ട്രീയ നിറങ്ങൾ നോക്കാതെ നടപടിയെടുക്കുന്ന അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം തന്നെയാണ് കേരളത്തിലെ ഇനി പ്രതീക്ഷ നൽകുന്നത്. അതായത് നിയമത്തിന് മുന്നിൽ യാതൊരു രാഷ്ട്രീയം നോക്കാത്തൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഷൗക്കത്ത് അലി. ഇടത് ഭരണകാലത്ത് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ പോലും തരം താഴ്ത്തുകയും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ അപ്രധാന പദവികളിലേക്ക് ഒരുക്കുകയും ചെയ്ത കറുത്ത ചരിത്രം കൂടിയുണ്ട്. അക്കാലത്ത് മദ്യവിപണന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തും ക്രമസമാധാന പരിപാലനത്തിനും യോഗേഷ് ഗുപ്തയെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റിമറിച്ച നിയമങ്ങൾ ഉണ്ടായപ്പോൾ ആരും ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല. അന്നത്തെ രാഷ്ട്രീയ സ്ഥലമാറ്റങ്ങളെയെല്ലാം
ഭരണപരമായ അനിവാര്യതയെ കണ്ട് മൗനം പാലിച്ചവരാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായി നടത്തുന്ന അഴിച്ചുപണികളെ വലിയ വിവാദമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തലയുടെ പരിഷ്കാരം IPSകാർക്ക് അനിഷ്ടമാകുമ്പോഴും ഇതിന് പിന്നിൽ കൃത്യമായ ഭരണപരമായ സുതാര്യത ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയനാണ്. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തുന്നതിനായിട്ട് വിജയൻ രൂപം നൽകിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് ദേശീയ തലത്തിൽ തന്നെ മാതൃക കൂടിയാണ്. ഇതിനു പുറമെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, ശബരിമല തന്ത്രി കേസ്, ചേലമ്പ്ര ബാങ്ക് കവർച്ച തുടങ്ങിയ പ്രമാദമായിട്ടുള്ള നിരവധി കേസുകളിൽ അന്വേഷണ സംഘത്തെ നയിച്ച അദ്ദേഹം ശബരിമലയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പുണ്യപൂങ്കാവനം പദ്ധതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും തന്റെ മൻ കി ബാത്ത് പരിപാടിയിലൂടെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഔദ്യോഗിക ജീവിതത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും കറുത്ത അധ്യായമായിട്ട് മാറിയ എലന്തൂർ തീവണ്ടി തീവെപ്പ് കേസിൽ വിവാദമുണ്ടാകുന്നത്. ആന്റി ടെറർ സ്ക്വാഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന വിജയൻ കേസിലെ പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നുള്ളതായിരുന്നു മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന ആരോപണമെന്നത്. തുടർന്ന് 2023 വിജയനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഒടുവിൽ ആരോപണങ്ങളിൽ സത്യമില്ല എന്ന് തെളിയിച്ച് ഇന്റലിജൻസ് തലവനായിട്ട് തിരിച്ചെത്തിയ വിജയൻ ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിലേക്ക് നിയമിതനാകുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലെ പകപോക്കലൊക്കെ കിട്ടിയ കറുത്ത തിരിച്ചടി കൂടിയാണ്. വിജയൻ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഏൽക്കുമ്പോൾ രാഷ്ട്രീയ അക്രമങ്ങളുടെയും വടംവലികളുടെയും കേന്ദ്രമായ കോഴിക്കോട് നഗരത്തെ ഭദ്രമാക്കാൻ എത്തുന്നത് മറ്റൊരു ഉരുക്ക് മനുഷ്യനായിട്ടുള്ള AP ഷൗക്കത്ത് അലി കൂടിയാണ്. ഷൗക്കത്ത് അലിയുടെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവും CPMന്റെ കണ്ണിലെ കരടായി മാറിയതിനുള്ള കാരണവുമെന്നത് TP ചന്ദ്രശേഖർ വധക്കേസ് അന്വേഷണം കൂടിയായിരുന്നു. മുടക്കോഴി മലയിൽ ഒളിച്ചിരുന്ന കൊലയാളി സംഘത്തിലെ തലവൻ കൊടിസുനി, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, അന്തരിച്ച CPM നേതാവ് PK കുഞ്ഞനന്ദൻ എന്നിവരെ അഴിക്കുള്ളിലാക്കിയത് ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലായിരുന്നു. കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ അന്നത്തെ CPM കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറി P മോഹനന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഇദ്ദേഹം തന്നെയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയായ അതായത് NIAയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞ് കേരള പോലീസിലേക്ക് തിരിച്ചെത്തിയ ഷൗക്കത്ത് അലിക്ക് CPM നേതാക്കൾക്കെതിരെ കടുത്ത നടപടികളെടുത്തതിന്റെ പേരിൽ അന്നത്തെ ഭരണകൂടത്തിൽ നിന്നും വലിയ അവഗണനകൾ നേരിടേണ്ടി വന്നിരുന്നു. പ്രധാന പദവികളൊന്നും നൽകാതെ മാറ്റി നിർത്തിയെങ്കിലും നിയമത്തിന്റെ വഴിയിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തതേയില്ല. മുൻ സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചില ADGPമാരും IGമാരെയും സുപ്രധാന കസേരകളിൽ നിന്നും മാറ്റിയതാണ് ഇപ്പോഴത്തെ ചിലരുടെ പുകലിന് കാരണം. ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ആസ്ഥാനത്തെ ചില ശുപാർശകൾ മറികടന്നാണ് പുതിയ പട്ടിക തയ്യാറാക്കിയതെന്നാണ് പരാതിക്കാരുടെ വാദം. മികച്ച ഉദ്യോഗസ്ഥരെ തഴഞ്ഞ് ട്രാക്ക് റെക്കോർഡില്ലാത്തവരെ ജില്ലാ പോലീസ് മേധാവിയാരായി എത്തിയെന്നും വടക്കൻ മേഖലയിലെ IG നിയമനം വൈകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പുതിയ അഴിച്ചുപണിയുടെ തിളക്കം കെടുത്താൻ വേണ്ടി ബോധപൂർവം ചമച്ചതാണെന്നുള്ള ഭരണാനുകൂല കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുൻ സർക്കാർ രാഷ്ട്രീയ കാരണങ്ങളാൽ അപ്രധാന പദവികളിലേക്ക് മാറ്റി നിർത്തിയിരുന്ന പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർക്ക് അർഹമായ പരിഗണന നൽകാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള താല്പര്യങ്ങൾ മാത്രം നോക്കി ഭരണം നടത്താനാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയവും നൽകുന്നത്. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്യോഗസ്ഥരുടെ അതിർത്തി ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് ധരിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട് എങ്കിലും കാര്യക്ഷമത മുൻനിർത്തിയെടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. കോഴിക്കോട് റൂറലിലും വയനാട്ടിലും 3 മാസം മാത്രം തികഞ്ഞ ജൂനിയർ ഉദ്യോഗസ്ഥരെ മാറ്റിയതാണ് മറ്റൊരു പരാതിയായി ഉയരുന്നത്. എന്നാൽ അവിടുത്തെ ക്രമസമാധാന നിലയും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തിയാണ് കൂടുതൽ പരിചയസമ്പന്നരെ അവിടേക്ക് നിയോഗിച്ചിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ക്രമസമാധാന ചുമതലകളിൽ വർഷങ്ങളോളം ചില ഉദ്യോഗസ്ഥരെ മാറ്റാതെ നിർത്തിയപ്പോൾ ഇല്ലാത്ത മാനദണ്ഡങ്ങൾ ഇപ്പോൾ മാത്രം ആയുധമാക്കുന്നത് സേനയ്ക്കുള്ളിലെ ചേരിതിരിവ് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുക. ഏതായാലും അവിടെ അനാവശ്യ വിവാദങ്ങളെ തള്ളിക്കളഞ്ഞ് ദക്ഷകരായ ഉദ്യോഗസ്ഥരെ മുൻനിർത്തി മുന്നോട്ട് പോകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം.